Good morning to all. Good morning, Good ma'am. morning, Miss. Good morning, ma'am. Good morning. Start ചെയ്യാട്ടോ. Start ചെയ്തോളൂ. ഓക്കെ, എന്ത് പറ്റിയെന്ന് ഭയങ്കര സൈലന്റ് ആയിരുന്നല്ലോ ക്ലാസ്. ആ ആരും ഇങ്ങോട്ട് സംസാരിക്കുന്നില്ല. മാം കഴിഞ്ഞ ദിവസം മാം പെട്ടെന്നല്ലേ പോയത്? ആ പെട്ടെന്ന് പോയല്ലേ, ശരിയാ. അത് നെറ്റ് നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു കേട്ടോ, നെറ്റ് കട്ടായി പോയതാണേ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വിചാരിക്കുമ്പോൾ നെറ്റ് ഇഷ്യൂ വന്നതാണ് കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ. Happy New Year, ma'am. Thank you, ma'am. Happy New Year. Miss. Happy New Year, ma'am. Okay. Happy New Year, ma'am. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. പ്രയർ ആയാ? എന്താണ് പ്രയർ ഒന്നുമില്ലേ? ഞാൻ പാടാം മാം. ഓക്കെ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം എന്നും വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കു മീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. Okay, Sapna. Then third of the day or signing? Miss, thought ഞാനാണ്. Name Srija from Wayanad. Life is beautiful gift of God. Many problems will come in your life, but you have to face them with your smile. ജീവിതം ദൈവത്തിന്റെ മനോഹരമായൊരു വരദാനമാണ്. നിന്റെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ വരും, പക്ഷേ നീ അവയെ നേരിടേണ്ടത് നിന്റെ പുഞ്ചിരിയിലൂടെയാണ്. ഹാവ് എ നൈസ് ഡേ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. Okay. Then മിസ്സേ കേൾക്കാമോ? കേൾക്കാൻ പറഞ്ഞോളൂ. സൈനിൻ, ഇന്ന് നമ്മുടെ പുതുവർഷത്തിലെ ആദ്യത്തെ ക്ലാസ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഞാൻ പറയുന്നത് എനിക്കിങ്ങനെ തിരിച്ചായിട്ട് കേൾക്കുന്നുണ്ട്. എന്തോ നെറ്റിന്റെ പ്രോബ്ലം ആണെന്ന്. ഓക്കെ ഓക്കെ, അവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ട് കേട്ടോ. ഓക്കെ, അറിയാം. ഓക്കെ, കേൾക്കുന്നുണ്ട്. ഓക്കെ ആണ്. അപ്പോ എന്തൊക്കെയാണ് എന്നിട്ട് ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെയായിരുന്നു പരിപാടിയൊക്കെ? എന്ത് ചെയ്യായിരുന്നു? എൻജോയ് ചെയ്തു എല്ലാവരും?
യെസ് മാം. മിസ്സേ ഞാൻ പറഞ്ഞു തീർന്നില്ല. എന്തോ സൈനിൻ പറഞ്ഞു തീർന്നില്ല, തുടങ്ങി സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളായിരുന്നു. കേക്കാവോ ക്ലിയർ ഏലി? ആയില്ല. സൈനിൻ പറഞ്ഞു ആൻസി തീർന്ന മിസ്സേ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ആൻസി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ, അതായിരിക്കും കുറച്ച് എളുപ്പം. ഓക്കെ, ആ എന്നെ അപ്പൊ കുഴപ്പമില്ല, എന്താണ് കുഴപ്പമില്ല. ക്ലാസ്സിൽ പൊതുവെ? ഓക്കെ ഓക്കെ. ക്ലാസ്സിൽ എന്താണ് പൊതുവെ സയൻസ് ആണല്ലോ, എന്ത് പറ്റി? ആ ആക്റ്റീവാണോ എല്ലാവരും? ആണോ? ആക്റ്റീവ് ആണ് മാം. നല്ലൊരു ഉഷാറില്ലല്ലോ. ക്ലിയർ ആയിട്ട് കുറച്ച് എനർജി ആയിട്ടിരിക്കുവോ, എനർജറ്റിക് ആയിട്ടിരിക്കുവോ എല്ലാവരും? ന്യൂ ഇയറിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്, അത് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. ഇംഗ്ലീഷ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഈ വർഷം എല്ലാവരും ഇംഗ്ലീഷ് നന്നായിട്ട് തന്നെ സംസാരിക്കണേ. ഓക്കെ, എന്നിട്ട് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയൂ, കേൾക്കട്ടെ. ന്യൂ ഇയറിന്റെ വിശേഷം എന്തൊക്കെയുണ്ട്? മാം, ഞങ്ങള് വീട്ടിൽ നല്ലോണം എൻജോയ് ചെയ്തു. ഡാൻസ്, പാട്ട്, ഫുഡ് ഒക്കെ ആയിട്ട് എല്ലാവരും ഇന്നലെ എൻജോയ് ചെയ്തിട്ടുണ്ട് നല്ലോണം. ഇന്ന് മോർണിംഗ് 2 മണിയൊക്കെ ആയപ്പോഴാണ് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഉറങ്ങിയത്. അതിന്റെ ക്ഷീണമൊക്കെ ഉണ്ട് എല്ലാവർക്കും അല്ലേ? എന്താ ക്ഷീണമൊക്കെ ഉണ്ട്. ഇന്നലെ 3 മണിയായി പാർട്ടി കഴിഞ്ഞപ്പോ. അതിന്റെ ക്ഷീണമാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് തോന്നി ഒരു ഹാങ് ഓവർ ഉണ്ട് എല്ലാവർക്കും. ഓക്കെ, അങ്ങനെ എന്താണ് 2025 എങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു വർഷം? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഇയർ? എങ്ങനെ ഉണ്ടായിരുന്നു? ഹാപ്പിനെസ് ആയിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടായിരുന്നോ? പറയൂ. മാം ഹാപ്പി ഉണ്ടായിരുന്നു, സാഡ് ഉണ്ടായിരുന്നു. ഹാപ്പിനെസ് മാത്രം ഉണ്ടാവില്ല ഒരിക്കലും. ഇനി ഉണ്ടാകും, ഇല്ലെന്നല്ല. നമ്മളത് പ്രാക്ടീസിലൂടെ എടുക്കുക. കാണുന്നെല്ലാവരും നെഗറ്റീവായിട്ട് കാണാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അത് നമ്മൾ പോസിറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ഇതിലാണ് നമ്മൾ കുറച്ചെങ്കിലും നമുക്ക് ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാം നമ്മുടെ മൈൻഡാണ്. അപ്പോ 2026 നല്ലൊരു വർഷമാവട്ടെ എല്ലാവർക്കും കേട്ടോ. മൊത്തത്തിൽ നിങ്ങളൊന്ന് മാറാക്കി നിന്ന് നല്ലോണം ചേഞ്ച് ആവാതെ, ക്യാരക്ടർ ആയിക്കോട്ടെ, കരിയർ വൈസ് ആയിക്കോട്ടെ, ഫാമിലി എല്ലാവരും കൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. 2026 നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വർഷമാവട്ടെ. മീൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ആഗ്രഹിക്കുന്ന രീതിയിലും ലൈഫ് മുന്നോട്ട് പോകാനും ഈ വർഷം സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ ആശംസ നേരുകയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് പോയാലും നമുക്ക് മാമിന്റെ വിശേഷം എന്തൊക്കെ ന്യൂ ഇയർ ആയിട്ട്? എന്റെ വിശേഷം ന്യൂ ഇയർ ആയിട്ട്, ന്യൂ ഇയർ എന്തൊക്കെയാ സ്പെഷ്യൽ ആണ്, സ്പെഷ്യൽ ഡേ ആണ്. ഇതുകൊണ്ട് മാമിന്റെ ബർത്ത്ഡേ അങ്ങനെ എന്തോ അല്ലേ? എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ മാം. ഹാപ്പി ബർത്ത്ഡേ മാം. ഹാപ്പി ബർത്ത്ഡേ മാം. ഹാപ്പി Happy ബർത്ത്ഡേ. താങ്ക് യു. മിസ്, അതുപോലെ എനിക്കും പ്രത്യേകതയുള്ള ഒരു ദിവസവും കൂടിയാണ്. എന്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി, കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം തികഞ്ഞ ദിവസമാണ് ഇന്ന്, ന്യൂ ഇയറിന്റെ അന്ന്. ഓക്കെ, 1 ഇയർ ആയിട്ടേ ഉള്ളൂ. ഓക്കെ, 1 ഇയർ ആയേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നലെ രാത്രിയില് 12 മണിക്ക് തന്നെ ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ട് കേക്ക് ഒക്കെ മേടിച്ചു കൊണ്ടുവന്ന് മുറിച്ചു. അങ്ങനെ അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അതെ, സ്പെഷ്യൽ ആയിരുന്നു അല്ലെ? ഓക്കെ, മിഠായി വേണോ? കുഞ്ഞിക്കുട്ടികളെ പോലെയാണോ മിഠായി കിട്ടിയില്ലാന്ന്? ഹാപ്പി ആനിവേഴ്സറി വരുന്നുണ്ട്, ഹാപ്പി ക്രിസ്മസ്, സോറി ഹാപ്പി ബർത്ത്ഡേ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഓൾ. എന്നെ ഈ ബാച്ചിൽ നിന്ന് ഒരു കുട്ടി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലുണ്ടോ? ഷംനയാണ് തോന്നുന്നു. ഷംന ഈ ക്ലാസ്സിലാണോ? ഷംന ഉള്ളതാണോ?
ആണോ? ഒന്ന് ഷംന പറയാവോ? ഷംന ഹുമയൂൺ അങ്ങനെയാണോ മിസ്സേ? എന്തോ? ഷംന ഹുമയൂൺ അങ്ങനെയാണോ? ഷംന ഒരാളുണ്ട് മിസ്സേ, ഇത് റെഗുലർ ക്ലാസ് അല്ല. ആ ഷംനയാണോ എന്തോ? ഓക്കെ, ഈ ബാച്ച് ആണ് കേട്ടോ, ഈ ബാച്ച് ആണ്. അത് പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലാസ് അല്ല. ഓക്കെ, അപ്പോ thank you all, thank you all wishes and love, blessings. Okay, thank you all. അപ്പോ അതായിരുന്നു എന്റെ ന്യൂ ഇയർ എന്ന് പറയുന്നത് കേട്ടോ. രാവിലെ മുതല് ഞാൻ ലൈഫില് ഒരുപാട് ബർത്ത്ഡേ ആഘോഷിക്കുമല്ലോ, പക്ഷേ എനിക്ക് ഇന്നലെ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. ഭയങ്കര സ്പെഷ്യൽ എന്നതില് ഞാൻ ഒരിക്കലും ലൈഫിൽ ഞാൻ മറക്കില്ല. ലൈഫിൽ എന്ന് വെച്ചാൽ ഈ ഒരു നിമിഷം വരെയും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഓക്കെ, സോ ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ ഒരു ദിവസം എനിക്ക് ഇനി കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഈ നിമിഷം വരെയും ഇന്നലെ ആ ഒരു ദിവസം അത്രയും ഞാൻ എൻജോയ് ചെയ്തല്ല. എനിക്ക് അല്ലെ ഇമോഷണൽ ആയിട്ടും അല്ലാതെയും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ബർത്ത്ഡേ കൂടിയാണ്. ഭയങ്കര സ്പെഷ്യൽ ആണ്. ഒരിക്കലും ഞാൻ ആരുടെയും ഞാൻ നോക്കില്ല. കാരണം ടീച്ചർ എന്ന് പറയുമ്പോ എനിക്കറിയാം, ടീച്ചർ ആ ഒരു പ്രൊഫഷൻ ഒക്കെ എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഒരു പ്രൊഫഷൻ കൂടിയാണ്. ഒരുപാട് കുട്ടികളെ നമ്മൾ അറിയുന്നു, തിരിച്ചറിയുന്നു, നമ്മൾ ക്ലാസ് എടുക്കുന്നു, അറിവുകൾ കൊടുക്കുന്നു. ഓക്കെ, പക്ഷേ എനിക്ക് ഇന്നലെ തോന്നിയൊരു കാര്യം, എനിക്ക് എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവര്, അതല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ കോണ്ടാക്ട് ഉള്ളവര് എവിടെ നിന്നാന്നറിയില്ല, ഒരുപാട് മെസ്സേജ് ആണ്. ഇതുവരെയും ഇതേപോലെ എനിക്ക് ഒരു ബർത്ത്ഡേ വിഷ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇൻസ്റ്റ തുറന്നാൽ ഇത് തന്നെയായിരുന്നു. എനിക്ക് ഒരുപാട് മെസ്സേജസ്, ഐ തിങ്ക് ഒരു 100 ഉണ്ടാവും. അത്രയും മെസ്സേജസ് ആണ്. എനിക്ക് മെസ്സേജ് റിപ്ലൈ ചെയ്തു. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ ക്ലാസ്സില് ഇന്നലെ ഫസ്റ്റ് ക്ലാസ് MT ബാച്ച് ആയിരുന്നു, MT 19th ബാച്ച് ആയിരുന്നു. അവര് ഫസ്റ്റ് തന്നെ അവർക്ക് അറിയായിരുന്നു ഞാൻ എപ്പോഴോ ക്രിസ്മസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത്, ഡിസംബർ മന്തിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അവര് വിഷ് ചെയ്തു, സോങ്സ് ഒക്കെ പാടി. എന്താ പറയാ, എനിക്ക് എന്റെ സന്തോഷം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഓഫീസിലാണെങ്കിലും കേക്ക് കട്ട് ചെയ്തു. ഞാനൊന്നും അറിയുന്നില്ല, അതൊക്കെ സർപ്രൈസ് ആണ് എനിക്ക്. ഞാനൊന്നും അറിയുന്നില്ല. കേക്ക് കട്ട് ചെയ്തു. നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ എനിക്ക് അതാണ് കൂടുതലും ഇത്രയും എനിക്ക് വേണ്ടി ഒരു നിമിഷം നിങ്ങൾ മാറ്റി വെക്കുമ്പോ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഹാപ്പി ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ ആ ഒരു സമയം എല്ലാവർക്കും ടൈം വാല്യബിൾ ആണ്. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് വേണ്ടി കുറച്ച് നേരമെങ്കിലും മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ. സോ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഒരിക്കലും മറക്കില്ല. 31st ആയിരുന്നു, ഏജ് 31st ആയിരുന്നു, ഡേറ്റ് 31st ആയിരുന്നു. അതുപോലെ ഇതേപോലെ കുറച്ച് സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റ് കിട്ടി, ഹസ്ബൻഡ് ഗിഫ്റ്റ് തന്നു. അതാണ് അന്ന് തുടങ്ങിയ ഒരു സർപ്രൈസ് ആയിരുന്നു. അത് ഇന്നലെ രാത്രിയോടുകൂടി അവസാനിച്ചു. രാത്രിയല്ല, അതെ ഇന്നും നിങ്ങളിപ്പോ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു, കഴിഞ്ഞിട്ടില്ല. ഇനിയും മെസ്സേജസ് വരുന്നുണ്ട്. ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു. റീച്ചു അന്ന് ഞാൻ എവിടെ പോയെന്ന് വെച്ചാൽ നെറ്റ് കട്ടായി പോയതാണ്. നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു, അങ്ങനെ നെറ്റ് കട്ടായി പോയതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് എന്റെ വിശേഷങ്ങൾ. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം. എനിക്ക് തിരിച്ചായി വർക്ക് ചെയ്യാൻ പറ്റിയതില്ല, നിങ്ങളെപ്പോലെ നല്ല സ്റ്റുഡൻസിനെ കിട്ടിയതില്ല ഒരുപാട് സന്തോഷം. ഓക്കെ, മിസ് മറ്റുള്ളവരോട് അങ്ങനെയാണ് പെരുമാറുന്നത്. മിസ്സിന്റെ ക്യാരക്ടറും മിസ്സിന്റെ ആ സ്നേഹവും, അതുകൊണ്ടാണ് മിസ്സിന് ഇത്രയും വിശ്വസും ഇത്രയും സ്നേഹവും തിരിച്ചു കിട്ടുന്നത്. അറിയില്ല. കറക്റ്റാണ് മിസ്സേ. നമ്മൾ എങ്ങനെ പെരുമാറുന്നു അതനുസരിച്ചല്ലേ നമുക്ക് തിരിച്ചു കിട്ടുക.
ആയിരിക്കാം. എന്നാലും എന്താ പറയാ, സന്തോഷാണ്. ഇപ്പോൾ എന്താ പറയാ, ഒരുപാട് സന്തോഷാണ്, എപ്പോഴും സന്തോഷാണ്. എനിക്ക് റേഞ്ച് വിഷയം ഓക്കെ റേഞ്ചു, താങ്ക് യു. എല്ലാവരും വിഷ് ചെയ്യുന്നുണ്ട്, താങ്ക് യു. ഓക്കെ, അപ്പോ പറയണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞല്ല കേട്ടോ. ന്യൂ ഇയർ ചോദിച്ചപ്പോ എനിക്ക് ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ഇതാണ്, എപ്പോഴും സ്പെഷ്യൽ ആണ്. എല്ലാവരും എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാനും എൻജോയ് ചെയ്യും. എനിക്ക് എന്റെ ഒരു ദിവസം അതുകൊണ്ട് എല്ലാവരും ഓർത്ത് വെക്കും. പൊതുവെ എന്റെ ബർത്ത്ഡേ എല്ലാവരും ഓർത്ത് വെക്കുന്നുണ്ട്, കാരണം ന്യൂ ഇയർ ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പോ ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പോഴും ആ ഒരു ഹാങ് ഓവർ പോയിട്ടില്ല. അത്രയും മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമാണ്. എല്ലാവരോടും പറയായിരുന്നു, വീട്ടിലാണെങ്കിലും. ടീച്ചർ എന്നൊരു പ്രൊഫഷൻ ഞാൻ എപ്പോ അതിന്റെ അത്രത്തോളം അത് ഭയങ്കര കേട്ടോ, എന്താ പറയാ, മനസ്സിലാവുന്നുണ്ടല്ലോ എന്റെ ഒരു സിറ്റുവേഷൻ ഒക്കെ മനസ്സിലായോ? മാം മനസ്സിലായി. എന്താന്ന് വെച്ചാല് ഇന്നലെ പിന്നെ ഈ പറഞ്ഞതുപോലെ ന്യൂ ഇയർ സെലിബ്രേഷന് നമ്മള് വേറൊരു റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്, അവിടെയാണ് എൻ്റെ കുട്ടികളൊക്കെ പഠിക്കുന്നത്. അപ്പൊ ഒരു 5-6 പേരുണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെ പാർട്ടിക്ക് പോയപ്പം മക്കളൊക്കെ വന്നിട്ട് ഇങ്ങനെ പെട്ടെന്നേ വന്ന് കെട്ടിപ്പിടിക്കുക, കുറേ നേരം ഇങ്ങനെ ഹഗ് ചെയ്യുക. അപ്പൊ അതെല്ലാം കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് മാം. അത് ടീച്ചിങ്ങിൽ മാത്രം കിട്ടുന്നൊരു, ഇതുവരെ കിട്ടാത്തൊരു അനുഭവമാണ്. കാരണം നമ്മളെ മക്കളല്ലാണ്ട് പുറമേ ഉള്ളൊരു മക്കൾ നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുന്നത് അപൂർവല്ലേ. അപ്പോൾ അത് ടീച്ചിങ്ങിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. അപ്പൊ എനിക്ക് തന്നെ റിഗ്രറ്റ് തോന്നി, ഞാൻ ഇത്രമാത്രം പിള്ളേരെ അങ്ങോട്ട് സ്നേഹിച്ചോ എങ്ങനെ പോലും തോന്നിപ്പോയി. അപ്പൊ ടീച്ചിങ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസാ. ഒരിക്കലും ഇതൊരു സാലറീഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ അല്ല. നമുക്കൊരു ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നത്. നമ്മൾ പഠിപ്പിച്ച ഒരു വാക്ക് കുട്ടി തിരിച്ചു പറയുമ്പം കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത്, അതൊന്നും നമുക്കത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അത്രയും ഒരു സന്തോഷമുള്ള കാര്യങ്ങളാണ് ടീച്ചിങ്ങിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അതെ, നമ്മള് ഇപ്പോ നിങ്ങൾ തന്നെ ക്ലാസ്സിൽ അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്, നിങ്ങൾ എല്ലാവരും എന്നെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റുഡൻസ് ആണ്, എല്ലാവരും ഒരുപോലെയാണ് സ്നേഹിക്കുന്നതും. പക്ഷെ നിങ്ങൾ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെയുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല, നിങ്ങൾ സംസാരിച്ച് പെട്ടെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഈ ബാച്ച് പറഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാകൂ. MT8 ഇന്ന സ്റ്റുഡന്റ് ആണ് എന്ന് പറഞ്ഞ ആ ഒരു ബാച്ച്, ആ ഒരു ടാഗ്ലൈൻ വെച്ച് മാത്രമാണ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. പക്ഷെ നിങ്ങൾക്ക് ആസ് എ ടീച്ചർ ഞാൻ അങ്ങനെയല്ല, ശരിയല്ലേ? നിങ്ങൾ കൂടുതലും അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കാം നിങ്ങൾ കാണാം. പക്ഷെ എനിക്ക് അങ്ങനെയായിരിക്കില്ല. പക്ഷെ നിങ്ങൾ അങ്ങനത്തെ സ്നേഹം കൊണ്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഓക്കെ, എനിക്ക് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ആയിരുന്നോ എന്ന് നമുക്ക് ആ ഒരു സ്നേഹം കിട്ടുമ്പോഴാണ് മനസ്സിലാവുക. കാരണം നമ്മൾ ക്ലാസ് എടുത്ത് പോവാണ്, നേരത്തെ സംസാരിക്കുന്നതും പറയുന്ന ഓരോ ഒരു ഡയലോഗ് ആണെങ്കിൽ പോലും എല്ലാ കുട്ടികളിലും ചിലപ്പോ അത് അവർ ഓർത്തിരിക്കും. എനിക്ക് വളരെ കുറച്ച് നാളുകളായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. ഞാൻ എന്തെങ്കിലും നോർമലി നമ്മൾ സംസാരിക്കുകയാണ് ക്ലാസ്സിൽ, എല്ലാവരോടും കൂടിയായിട്ട് ഓപ്പണായിട്ട് എന്ത് സംസാരിക്കുകയാണ്, നമ്മൾ ജനറൽ ആയിട്ടാണ് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് ഏതെങ്കിലും ഒരു സ്റ്റുഡന്റിന്റെ മൈൻഡിൽ ഉണ്ടാവും. കാരണം അത് അവര് കണക്ട് ആയിട്ടുണ്ടാവാം മേ ബി. സോ ചിലപ്പോ ആ ഒരു മൊമെന്റ് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡയലോഗ് കൊണ്ട് തന്നെ അവരുടെ ലൈഫ് തന്നെ മാറിയിട്ടുണ്ടാകാം. അത് ചിലപ്പോൾ റീതിങ്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ അറിയുന്നില്ല, ഇതൊന്നും ആലോചിച്ചു ഞാൻ അറിയുന്നേ ഇല്ല. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്, ക്ലാസ് എടുക്കുകയാണ്. നിങ്ങൾ പറയും പഴഞ്ചി പറഞ്ഞ പോലെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് എല്ലാവരുടെ അടുത്തും. ആ സ്നേഹം നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ബാച്ച് പാസ് ഔട്ട് ആയി പോയപ്പോഴാണ് ആ ഡയലോഗിന്റെ കാര്യം ഞാൻ ഓർക്കുന്നത് കേട്ടോ. അവരോട് പറഞ്ഞു പഠിച്ച ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഞാൻ ഇന്ന് മാറാൻ കാരണം, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പൊസിഷനിൽ നിൽക്കാൻ കാരണം മിസ്സാണ് എന്നൊക്കെ മിക്കവരും അത് പറയുമ്പോൾ ഞാൻ ആലോചിക്കും എന്താണ്, എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ അവരെന്നെ കാണുന്നതും എനിക്ക് എന്താ പറയാ, എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും വല്ലാത്തൊരു ഇമോഷനാണ് അത്. സോ ഇപ്പൊ തന്നെ ഇതിന്റെ ഇത്രയും സന്തോഷം, ആ ഒരു ടീച്ചർ ആയതിലുള്ള സന്തോഷം ഇതെല്ലാം പങ്കുവെച്ചപ്പോഴത്തേക്ക് നമുക്ക് വേറൊന്ന് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ക്ലാസ്സിൽ ഒരുപാട് വർക്കുകൾ, റെക്കോർഡുകൾ ഇതൊക്കെ തന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു, അയ്യോ നമുക്ക് വേണ്ടിയിരുന്നു ഇത്രയും വർക്ക് ലോഡ്, ഇതെല്ലാം എങ്ങനെ ചെയ്യും, നമുക്കിത് ചേരണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർക്ക് നമ്മൾ ഒരുപാട് വിഷമിച്ച്.
ഇപ്പൊ മിസ് ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നുണ്ട് എത്ര വർക്കാ വരട്ടെ, എത്ര വർക്കിലൂടാ വരട്ടെ, എത്ര കഷ്ടപ്പെടെ എന്ത് ചെയ്താലും നമുക്ക് ഇത് നേടിയെടുക്കണം എന്നൊരു തോന്നൽ മിസ് ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ തോന്നി. നമ്മള് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറം നമുക്കൊരു സക്സസ് കിട്ടും കേട്ടോ. ഹാർഡ് വർക്ക് ചെയ്യും, വെറുതെ ഒന്നും കിട്ടില്ല. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പൊ തരുന്ന വർക്ക് ആണെങ്കിലും നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്താം. നമുക്ക് അറിയാലോ 24 hours എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾക്ക് വേണ്ടി ഒരു കുറച്ച് സമയം കണ്ടെത്തുകയാണെങ്കിൽ ഡെയിലി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർക്കും അത്രയും ലോഡായിട്ട് തോന്നില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് അതുപോലെ ഫോളോ ചെയ്യാൻ നോക്കാം. മടിയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് വേണ്ട, നാളെ ചെയ്യാന്ന് പറഞ്ഞ് അത് നമ്മൾ കൂട്ടി വെക്കും. അതുകൊണ്ടാണ് ഈ വർക്ക് ലോഡ് വരുന്നത്. അപ്പൊ നമ്മൾ കുറച്ചെങ്കിലും നമ്മൾ ഡെയിലി ചെയ്യാൻ നോക്കാം. അത് റൊട്ടീൻ ആകും, നിങ്ങൾ എൻജോയ് ചെയ്യും. അങ്ങനെ പതുക്കെ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ആകും. അതിനുശേഷം നിങ്ങൾ പോകുന്നത് അറിയാലോ, ടീച്ചിങ് ആണ്. ആ ടീച്ചറെ എന്നെ വിളിക്കുന്ന ഒരു രീതിയുണ്ട്. ടീച്ചറെ ആയിക്കോട്ടെ, മിസ്സായി ആയിക്കോട്ടെ, അത് ഭയങ്കര ആകാം. ഓക്കെ, അപ്പൊ അത് മുന്നിൽ കാണാം. അതാണ് നമുക്ക് കാണേണ്ടത്. അല്ലാതെ ഇപ്പൊ വർക്കിനെ കുറിച്ചോ പഠിക്കാൻ പറ്റുന്നില്ല അതൊന്നും. നിങ്ങൾ എന്തായാലും നിങ്ങൾ പാസ്സാവും, അതിലൊരു ഡൗട്ടും വേണ്ട. ടോപ്പർ ആകണമെന്ന് ഞാൻ പറയുന്നില്ല, പാസ് ആകണം, സർട്ടിഫിക്കറ്റ് വാങ്ങണം, അത്രയേ ഉള്ളൂ. അല്ലാതെ സ്മാർട്ട് 3 ടോപ്പർ ആണ് അല്ലെങ്കിൽ MT8 ടോപ്പർ ആക്കണം എന്നൊന്നും ഞാൻ പറയില്ല. സർട്ടിഫിക്കറ്റില് ടോപ്പ് ആണോ എന്താണ് കുറച്ച് മാർക്ക് കുറവാണോ എന്നൊന്നും ആരും നോക്കില്ല. സ്കില്ലാണ് വേണ്ടത് കേട്ടോ, സ്കില്ല് വേണം. സർട്ടിഫിക്കറ്റ് വാങ്ങാം, നന്നായിട്ട് കുട്ടികളെ സ്നേഹിച്ച് പഠിപ്പിക്കാൻ നോക്കാം. ഓക്കെ, അവരോട് പറയാനാണ് പഠിപ്പിക്കണം. ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴായിരിക്കും? നമ്മൾ സ്കൂൾ ട്രെയിനിങ്ങിന് പോകണമെന്ന് പറഞ്ഞല്ലോ, അത് എപ്പോഴായിരിക്കും? അതെനിക്ക് തോന്നുന്നു ടേം 2 എക്സാമിന് മുന്നൊക്കെ ആയിട്ടായിരിക്കും. ടൈം ഉണ്ട് കേട്ടോ, ടൈം ഉണ്ട്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ മാം. ലേറ്റ് ആയിട്ട് താങ്ക് യു. ഓക്കെ, അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അല്ലെ. എന്താ പറയാ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ലൈഫ് എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ ഇതുവരെ നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അതൊന്നും അല്ല. എന്തെങ്കിലും മോശമായിരിക്കാം, ഇതൊന്നും ഇനി ചിന്തിക്കുകയും വേണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഫ്യൂച്ചർ ആണ് വേണ്ടത്. ഫ്യൂച്ചർ മീൻസ് ഇന്ന് അങ്ങോട്ട് എങ്ങനെയാണ്, അതില് സന്തോഷം തന്നെ വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മനസ്സിലായോ? പക്ഷെ നമ്മുടെ മൈൻഡ് എപ്പോഴും കൂളായിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. മാനിഫെസ്റ്റിംഗ് ഏറ്റവും നല്ലൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ ആലോചിക്കാന്നേ, ടീച്ചറായിട്ട് കുട്ടികളുടെ മുമ്പിൽ ക്ലാസ് എടുക്കുന്നു, എല്ലാ ദിവസവും നിങ്ങൾ ആലോചിച്ച് നടന്നു എന്ന് വിചാരിക്കുമോ? ആ ഒരു ദിവസം അത് സംഭവിക്കും, ഷുവറാണ്. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷകളൊന്നും ആരും കൈവിടരുത്. ആഗ്രഹിക്കുക, നന്നായിട്ട് ആഗ്രഹിക്കുക, സ്വപ്നം കാണാം. ഓക്കെ, ഒരു ദിവസം സംഭവിക്കും എന്ന് പറഞ്ഞാൽ സംഭവിച്ചിരിക്കും. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്, ലൈഫില് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമായി. അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഷുവർ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് ന്യൂ ഇയർ ആണ്. ഇന്ന് മുതൽ എല്ലാവരും പോസിറ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ. നെഗറ്റീവ്സ് ഒന്നും വേണ്ട, എല്ലാം പോട്ടെ. നെഗറ്റീവ്സിനെയും നമ്മൾ പോസിറ്റീവായിട്ട് കാണാൻ പഠിക്കുക. ഓക്കെ, അതാണ് വേണ്ടത്. ഇപ്പൊ ഒരു കുഞ്ഞിക്കുട്ടി വീണു എന്ന് വിചാരിക്കും. ഓക്കെ, അയ്യോ വീണല്ലോ, അല്ലെങ്കിൽ കാലൊടിഞ്ഞു എന്ന് വിചാരിക്കും. അയ്യോ കാലൊടിഞ്ഞല്ലോ എന്നല്ല, ട്രെയിനിലേ പറ്റിയുള്ളൂ എന്ന് പറഞ്ഞു നോക്കിയേ, അവിടെ പോസിറ്റീവായിട്ട് മാറി. ശരിയല്ലേ? ഇപ്പൊ നെഗറ്റീവ്സിന് നമ്മള് കുറച്ചുകൂടെ മുൻതൂക്കം കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും നെഗറ്റീവ് തന്നെയായിരിക്കും, നെഗറ്റീവായിട്ട് തോന്നും എന്തൊരു കാര്യം. പക്ഷെ നെഗറ്റീവ്സിന് പോസിറ്റീവ്സ് കാണാൻ പഠിക്കണം. അങ്ങനെ കാണുന്ന മനസ്സുകള് അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന നമ്മൾ ചിന്താഗതി ഉണ്ടെങ്കിൽ ലൈഫ് ലോങ് നമ്മുടെ ഹാപ്പി ആയിരിക്കും. നമ്മുടെ ചുറ്റുമുള്ളവര് നമ്മൾ കാരണം ഹാപ്പിയാകും. അറിഞ്ഞോ അറിയാതെയോ ആരും ഹേർട്ട് ചെയ്യാൻ പാടില്ല, അത്രയോ. ഇതൊക്കെ എന്താണെന്ന് ശ്രദ്ധിക്കുക. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് ആക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യാം. ഓക്കെ, ലൈഫില് ഇപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യാണ് കുറച്ച് ബെറ്റർ ആയിട്ട്. ഓക്കെ,
ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ചിന്തിച്ചാലും മതി. അത്രേ ഉള്ളൂ. ഞാനും ഇങ്ങനെയൊക്കെ മാറാൻ കാരണം ടീച്ചിങ് പ്രൊഫഷൻ കൊണ്ടാണ്. ഓരോ സ്റ്റുഡൻസ് പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് മാറാലോ, നമ്മൾ റീത്തിങ് ആണല്ലോ അല്ലെ. സോ നിങ്ങള് ഇതേപോലെയൊക്കെ എന്തെങ്കിലും നിങ്ങള് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഇല്ലാത്ത മനുഷ്യന്മാരില്ലാന്നേ. അപ്പൊ അതൊക്കെ നിങ്ങൾ തന്നെ വാല്യുവേറ്റ് ചെയ്യാം. അതെല്ലാം മാറ്റിയിട്ട് പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ അച്ചീവ്മെന്റ്സ് ഉണ്ടാവട്ടെ എല്ലാവർക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ നെക്സ്റ്റ് ഇയർ മീൻസ് 2026 ചിലപ്പോ ജോലിയൊക്കെ കിട്ടി സെറ്റ് ആവട്ടെ എല്ലാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അത്രയൊക്കെ ഉള്ളൂ. ഇനി ആരെങ്കിലും വിശേഷങ്ങൾ പറയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഓക്കെ, നമ്മള് ക്ലാസ്സിലേക്ക് പോവാനോ? ഒന്നും പറയാനില്ലല്ലോ. ഓക്കെ അല്ലേ എല്ലാവരും? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇനി എത്രയും നേരം നിങ്ങൾ പറഞ്ഞു വർക്ക് ഉണ്ട്, ഒരുപാട് വർക്ക് തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ മാത്രമാണ് തരാത്തതല്ലേ? അത് നിങ്ങൾക്കൊന്ന് പരിഹരിച്ചാലോ? അതെ, മിസ് മാത്രം തരാത്തെ. ക്രിസ്മസ് സെലിബ്രേഷൻ എഴുതിയിരുന്നു. ക്രിസ്മസ് സെലിബ്രേഷൻ നോട്ട്സ് ഉണ്ട്. ഞാൻ നോക്കാം കേട്ടോ. അതിന് മുൻപ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ തരാണെങ്കിൽ പിന്നെ എന്റെ പണികൾ കഴിയും. ഓക്കെ, നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ചാപ്റ്റർ 6th വന്നാണ് അല്ലെ? അഡ്ജക്റ്റീവ് ആണ് നമ്മൾ ഇപ്പോൾ എടുത്ത പോർഷൻ. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അഡ്ജക്റ്റീവ് എന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്യും. സോ അഡ്ജക്റ്റീവ് കഴിഞ്ഞ കുറച്ച് 2 ചാപ്റ്റേഴ്സ് ഉണ്ട്, 7 and 8. Okay, noun phrase, noun clause, adverb phrase, adverb clause. ഈ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ 2 ചാപ്റ്റേഴ്സിൽ നിങ്ങൾ എഴുതണം. ഓക്കെ, റെഡിയാണോ? ഞെട്ടണ്ട, ആരും ഞെട്ടണ്ട. അതൊക്കെ ഞാൻ മാറ്റിത്തരാം. റെഡി അല്ല എന്നാണോ പറയുന്നത്? റെഡിയാണ്. എവിടെ പോവാനാ? റെഡിയാണ്. ഏതൊക്കെ ചാപ്റ്റർ ആണ് ഒന്നുകൂടെ പറയൂ? 7 and 8. പേടിക്കണ്ട, ഞാൻ കുറച്ചുപേരെ ഗ്രൂപ്പ് ആക്കി തരാം. ഒറ്റയ്ക്കൊന്നും വേണ്ടതേ. ആർക്ക് റെഡി ആണെന്ന് പറയോ? റെഡി ആയവരൊന്നും ഈ പേര് ടെക്സ്റ്റ് ചെയ്യാവോ? റെഡി ആയവര് ഞാൻ നോക്കട്ടെ ആരൊക്കെ ഉണ്ടെന്ന്. റെഡി ആയവര് ഈ ക്ലാസ്സിൽ ഈ ടോപ്പിക് എടുത്തിട്ട് ഞാൻ ആബ്സെന്റ് ആയിരുന്നു, അതൊന്നും പറയാൻ പാടില്ല. നോ എക്സ്ക്യൂസ്, ഒന്നും പറയാൻ പാടില്ല കേട്ടോ. ഇവിടെ നോക്കാന്നല്ല അത് ചെയ്യണം. ഓക്കെ, നഫി പേരെന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പറയാമോ? റെഡി ആയവര് പേര് ടെക്സ്റ്റ് ചെയ്തേ. ആൻസി ഉണ്ട്. ദെൻ ആരുമില്ല. ഇന്ന കുട്ടികളാണ് നിങ്ങൾ കേട്ടോ. മിഥുല, പാരിസ, പോരട്ടെ ഞാനൊക്കെ നോക്കട്ടെ. സപ്നയ്ക്ക് പറ്റില്ല. സപ്നയ്ക്ക് എന്തെങ്കിലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ അല്ലെ? ഓക്കെ, ലൻഷി, വിസ്മയ, ഭീമ. ദെൻ ടീച്ചേഴ്സ് ആണ്, ഭാവി ടീച്ചേഴ്സ് ആണ്. എവിടെ? വരട്ടെ എല്ലാരും വരട്ടെ. സബ്മിറ്റ് ക്ലാസ് എടുക്കാൻ പറ്റുമോ? മാം ഞാൻ നേരത്തെ ബ്രേക്ക് ആയി പോയി. ഇതെന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് പറഞ്ഞത് മാം? ഞാൻ ഈ 2 ചാപ്റ്റേഴ്സ് കൊടുക്കാന്ന് വിചാരിച്ചാണ് ക്ലാസ് എടുക്കാൻ വേണ്ടി. പക്ഷെ സബ്മിറ്റ് പറ്റില്ലല്ലോ. ഓ ഇല്ല. ഓക്കെ. പിന്നെ ആരൊക്കെയാ? ആരില്ല അല്ലെ? ഓക്കെ, അപ്പോ ഫസ്റ്റ്
ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. അത് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കുക. എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഞാൻ ഗ്രൂപ്പായിട്ട് അങ്ങനെ പോകുകയുള്ളൂ. ഓക്കെ. ആൻസി ആൻഡ് നഫി. നഫിയുടെ പേരൊന്ന് പറഞ്ഞു കറക്റ്റ്. ക്ലാസ്സിലുണ്ടോ? നഫിയാപ്പി എന്നാണ് പേര്. ആണോ? റെസ്പോണ്ട് ചെയ്യൂ. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട് ഞാൻ പറയാം? കേൾക്കുന്നുണ്ട് മാം. പേരെന്താ? നഫിയാപ്പി എന്നാണ് പേര്. ആണോ? ആലപ്പി അങ്ങനെയാണോ? ആലപ്പി. ഓക്കെ. നഫിയ, നസീറ. അങ്ങനെ പേര് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ. അപ്പോ അൻസി, നസീറ നമ്മൾ ഒരു ഗ്രൂപ്പാണ്. ഓക്കെ. അൻസി, നസീറ. ക്ലിയർ? അൻസി, നസീറ. ഫസ്റ്റ് ഗ്രൂപ്പിൽ വന്നവരെ പേര് എഴുതിക്കോളൂ കേട്ടോ. ആരെങ്കിലും എല്ലാവരും വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. ഗ്രൂപ്പ് നമ്പർ 1 ആരൊക്കെയാണെന്ന് പറയാം. അൻസി, നസീറ, മിഥുല, ഫാരിസ, ലിൻഷി, വിസ്മയ. അൻസി, നസീറ, മിഥുല, ഫാരിസ, ലിൻഷി, വിസ്മയ. ഇനി 6 പേരാണ്. നസീറ അല്ല നസ്രീന. നസ്രീന. ഓക്കെ. നസ്രീന. ഓക്കെ. ഓക്കെ. അപ്പോ അൻസി, നസ്രീന, മിഥുല, ഫാരിസ, ലിൻഷി, വിസ്മയ. 6 പേരാണ് ഗ്രൂപ്പ് നമ്പർ 1. ക്ലിയർ? ഓക്കെ. അപ്പോ ഈ ഗ്രൂപ്പ് നമ്പർ 1ന്റെ ചാപ്റ്റർ യൂണിറ്റ് 7 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പേര് വെച്ച് ഓരോ ടോപ്പിക് എടുക്കാം. നൗൺ എടുക്കുന്നത് അൻസി, നസ്രീനയും കൂടി എടുക്കാം. നൗൺ ഫ്രേസ് വേറെ ആരെങ്കിലും 2 പേര്, ക്ലോസ് വേറെ ആരെങ്കിലും 2 പേര്. ഓക്കെ. ഇങ്ങനെ 6 പേരാണ് ഗ്രൂപ്പിലുള്ളത്. അവരുടെ ചാപ്റ്റർ യൂണിറ്റ് 7 ആണ്. നൗൺ, നൗൺ ഫ്രേസ്, ക്ലോസ് ആണ്. ക്ലിയർ? മനസ്സിലായല്ലോ? ഗ്രൂപ്പ് നമ്പർ 1 ഓർമ്മയുണ്ടല്ലോ? മെമ്പേഴ്സ് ഓർമ്മയുണ്ട്, ചാപ്റ്റർ ഓർമ്മയുണ്ട്. ഓക്കെ. ക്ലിയർ? ഓക്കെ മാം. ഇനി നെക്സ്റ്റ് ആരൊക്കെയാണ് ക്ലാസ് എടുക്കാൻ റെഡി ആയവർ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ വിളിക്കോ? അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ മുന്നോട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ പേര് വിളിക്കും. എന്ത് വേണം? ഒരു 5 പേര് ആവശ്യമാണ്. ഒരാൾ ഓൾറെഡി ഉണ്ട്. ഭീമ ഓക്കെ റെഡിയാണ്. ഒരു 5 പേരെ കൂടെ വേണം. ആരൊക്കെയാ? ആരില്ലല്ലോ. ഞാൻ വിളിക്കാം. വരട്ടെ. ഫാസില, അഖില, then ആരൊക്കെയാ? ഒരാളെ കൂടെ വാ. ഒരാളെ 2 പേരും കൂടെ. ആരൊക്കെയാണ്? 2 പേര് വരൂ. ഗ്രൂപ്പ് നമ്പർ 2 ഭീമ, മുഫാസില, അഖില, ആമിന. ഭീമ, മുഫാസില, അഖില, ആമിന. രണ്ട് പേരും കൂടെ വേണ്ടേ? റീജു എഴുതിക്കോളൂ കേട്ടോ. റീജു, then സ്റ്റെഫി ജോസഫ്. ഓക്കെ. അപ്പൊ ആരൊക്കെയാണ് ഗ്രൂപ്പ് നമ്പർ 2? ഭീമ, മുഫാസില, അഖില, ആമിന, റീജു, സ്റ്റെഫി ജോസഫ്. 6 പേരായി ഗ്രൂപ്പ് നമ്പർ 2. ചാപ്റ്റർ ഏതാണ്? യൂണിറ്റ് 8 adverb, adverb phrase, adverb clause. നിങ്ങൾക്കും ഇതേപോലെ തന്നെ 2 പേര് വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയോ? ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാം കേട്ടോ? ഞാൻ പറഞ്ഞെല്ലാം കേട്ടിട്ടുണ്ടല്ലോ? എല്ലാവരും കേട്ടു. ഓക്കെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ക്ലാസ് എടുക്കണം എന്നാണ്.
ഓക്കെ. ക്ലാസ് നിങ്ങൾ ടീച്ചേഴ്സ് എങ്ങനെ ക്ലാസ് എടുക്കാം? എന്നെ നോക്കണ്ട, ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെ ക്ലാസ് എടുക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ഓരോരുത്തർക്കും ഓരോ വേ ഓഫ് ടീച്ചിങ് ആണ്, അത് വ്യത്യാസമുണ്ട്. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ ടീച്ചർ ആയാൽ നിങ്ങൾ എങ്ങനെ ക്ലാസ് എടുക്കും? ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പറഞ്ഞു പോകുമോ, അല്ലെങ്കിൽ എന്റർടൈൻ ചെയ്ത് ക്ലാസ് എടുക്കോ? എങ്ങനെയാണ് നിങ്ങളുടെ വേ ഓഫ് ടീച്ചിങ്? എങ്ങനെയാണ് ആ രീതിയിൽ ഫോളോ ചെയ്യും. മനസ്സിലായോ? പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം, എന്ത് പ്രോപ്പർട്ടീസ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. സ്കൂളിലൊക്കെ ചെയ്യുന്ന പോലെ കാർഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാർട്ട് പേപ്പറിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലേ എങ്ങനെ വേണമെങ്കിലും പഠിപ്പിക്കാവുന്നതാണ് കേട്ടോ. 1 മണിക്കൂർ കൊണ്ട് ക്ലാസ് തീർക്കുമെന്ന് ഞാൻ പറയുന്നില്ല, എത്ര ദിവസം പോയാലും കുഴപ്പമില്ല. സ്ലോലി ക്ലാസ് എടുക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ. ഈ മിസ് ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഈ ടോപ്പിക് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. ബ്യൂട്ടിഫുൾ ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും, ഷുവർ ആണ്. ഇതേപോലെ ടെൻഷൻ അടിച്ച ഒരുപാട് സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ട്. നിങ്ങൾക്ക് മുന്നേ ഉള്ള ബാച്ച് എല്ലാവരും ക്ലാസ് എടുത്തവരാണ്. ഇതേപോലെ ടെൻഷൻ അടിച്ചു, മിസ് ഞാനെങ്കിലും എടുക്കുക, ഞങ്ങൾക്ക് അറിയാത്ത ടോപ്പിക് ആണല്ലോ, നിങ്ങൾ എങ്ങനെയാ ക്ലാസ് എടുക്കുക എന്നൊക്കെ ചോദിച്ചവര് ക്ലാസ് എടുത്തതിന് ശേഷം പറഞ്ഞത് വേറെയാണ്. പിന്നെ ഈ ടോപ്പിക് വേണമെന്നായി പിന്നെ. മനസ്സിലായോ? കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അത് ഭയങ്കര രസമാണ് ആ പ്രോസസ്. പഠിക്കുന്നു, അത് ക്ലാസ് എടുക്കുന്നു, അത് എന്റർടൈൻ ചെയ്ത് ക്ലാസ് എടുക്കുന്നു. ടെൻഷൻ ഉണ്ടാകും, ടെൻഷൻ ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റാണ്, തെറ്റിക്കോട്ടെ. ഞാനില്ലേ, കറക്റ്റ് ചെയ്യാൻ ഞാനുണ്ടല്ലോ. ഞാൻ ഈ ആക്ടിവിറ്റി ആക്ടിവിറ്റി ഞാൻ പറയാം കേട്ടോ. അപ്പൊ എല്ലാവരും ഗ്രൂപ്പ് മെമ്പേഴ്സിനെയും ഗ്രൂപ്പ് നമ്പറും ചാപ്റ്റേഴ്സ് ഒക്കെ ഓർമ്മയുണ്ട്. ആരെങ്കിലും ഒരാളെ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരാളെ നോട്ട് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കാം കേട്ടോ. ഗ്രൂപ്പ് മെമ്പേഴ്സ് ആരൊക്കെയാണ്, ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നിങ്ങൾ എഴുതാം. എന്നിട്ട് നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യാം ഏതൊക്കെ ടോപ്പിക് നിങ്ങൾക്ക് വേണം. ഓക്കെ. ആരൊക്കെ ഏതൊക്കെ ടോപ്പിക് എടുക്കണം, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ക്ലാസ് എങ്ങനെ അത് മാനേജ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഞാൻ പറയേണ്ട ആവശ്യമുണ്ട്. അതായത് ഒരാൾക്ക് ഒരു നോവലിനെ കുറിച്ച് വേണമെങ്കിൽ ഒരാൾക്ക് ഒന്ന് സംസാരിക്കാം, പിന്നെ വേറൊരാൾക്ക് കുറച്ച് എക്സസൈസ് ചെയ്യിക്കാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ പല പല രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് ഒന്ന് മാനേജ് ചെയ്യാം. ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടീസ് കൊടുത്താൽ മതിയോ? മനസ്സിലായോ? ഒരാൾ ഡൗട്ട് ക്ലിയർ ചെയ്യണം. അപ്പൊ നിങ്ങൾ 6 പേരും കൂടി ചേർന്നാല് നമുക്ക് വളരെ നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റും. ഓക്കെ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? ഇനി നാളെ മുതൽ ഇന്ന് മുതൽ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. പ്രിപ്പയർ ചെയ്യുക, പയ്യെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിറ്റ് 7 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒബ്ജക്റ്റീവ് കഴിയുമ്പോൾ 7th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അതില് എല്ലാവരും പ്രസന്റ് ആയിരുന്നു കേട്ടോ. ഓക്കെ. നൗൺ എടുക്കുന്നവർ ആരാണോ അവർ പ്രസന്റ് ആയിരുന്നു. കാരണം നൗൺ എടുക്കാതെ ഫ്രേസിലേക്കോ ക്ലോസിലേക്കോ പോകാൻ പറ്റില്ല. മനസ്സിലായോ? അതുകൊണ്ട് പ്രസന്റ് ആയിരിക്കണം. എല്ലാവരും എന്താണ് റെഡി ആയിരിക്കണം. ആരെങ്കിലും ഒരാൾ ആബ്സെന്റ് ആണോ അത് ഹാൻഡ് ഓവർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവണം. ക്ലാസ് നമുക്ക് ആരെങ്കിലും ആബ്സെന്റ് ആണെന്ന് വിചാരിക്കുന്ന ക്ലാസ് മാറ്റിലേക്കാണോ എടുക്കാതിരിക്കാനോ പറ്റില്ല. നാളെ അല്ല കേട്ടോ, നാളെ എടുക്കേണ്ടി വരില്ല. ഒബ്ജക്റ്റീവ് ചാപ്റ്റർ കംപ്ലീറ്റ് അല്ലല്ലോ, ഞാൻ എടുത്തിട്ടില്ലല്ലോ. അപ്പൊ നാളെ എടുക്കേണ്ടി വരില്ല, ടൈം ഉണ്ടാകും. എന്നാലും ഇപ്പോഴേ തന്നെ പഠിക്കാൻ നോക്കാം. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം. ഒരു നോട്ട്ബുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചിങ് പ്ലാൻ എഴുതാവുന്നതാണ്. മിസ് അഡ്ജക്റ്റീവിന്റെ ചാപ്റ്റർ തീർന്നിട്ടല്ലേ ഉള്ളൂ ഇത് തുടങ്ങുള്ളൂ? അതെ. അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് നൗൺ നമ്മുടെ കഴിഞ്ഞിട്ടായിരിക്കും ആഡ്വേർബ് ഉണ്ടാവുക. ഓക്കെ. ഇനിയിപ്പോ നൗൺ ഒരു ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ആഡ്വേർബ് തുടങ്ങാവുന്നതാണെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കണം. അല്ലാതെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് ഒറ്റ ചാപ്റ്ററിലേക്ക് പോയി നടക്കില്ല കേട്ടോ. എന്നാലും ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ മറ്റു ചാപ്റ്ററിലേക്ക് പോകുള്ളൂ. സോ അതിലൊരു കാൽക്കുലേഷനും ആ ഒരു മാനേജ്മെന്റ് എല്ലാം നിങ്ങൾ തന്നെ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. അത് അതായിട്ടൊരു കണക്ഷൻ ഒന്നുമില്ല, ഒരു ബന്ധവും ഇല്ല കേട്ടോ. നിങ്ങളാണ് ഈ ക്ലാസ് കൈകാര്യം ചെയ്യേണ്ടത്, ഞാനല്ല. അപ്പൊ ഇനിയും ടോപ്പിക് എടുത്തിട്ട് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് എടുത്തിട്ട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാകും. പക്ഷെ ഞാൻ അത് ഇങ്ങോട്ട് എടുക്കും. അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട. നിങ്ങൾക്ക് ഇപ്പോ ഞാനത് തിരിച്ച് തരാൻ കാരണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ. കാരണം ഇവിടെ നിന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവില്ല, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ്, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമാണ്. അതിൽ നിങ്ങൾ പക്ഷേ മാക്സിമം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക.
എന്താണ് കഴിവുകളൊക്കെ പുറത്തെടുക്കുക, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ. ഹിഡൻ ചാലഞ്ച് തന്നെയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഈ 6 പേര് അല്ലെങ്കിൽ 12 പേര് എടുക്കുന്ന രീതികൾ വ്യത്യാസം ഉണ്ടാകും, നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും പെർഫെക്റ്റ് എന്നല്ല കേട്ടോ. നോൺ ഇസ് പെർഫെക്റ്റ്. ഇപ്പൊ ഞാൻ പോലും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും അതിൻ്റെതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓരോന്നും പഠിക്കുകയാണ്. ഓരോ ദിവസം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരും പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിക്കും എന്നൊന്നും ഞാനും പറയില്ല, നിങ്ങളും പറയില്ല. ഓക്കെ, നിങ്ങളുടെ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇത്രയും ഇങ്ങനെയായിരുന്നു ഞാൻ ക്ലാസ് കുറച്ച് ബെറ്റർ ആകാമായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങൾക്ക് വരും. അതാണ്, അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യും. ചെയ്താലും പഠിക്കും, അല്ലാതെ പഠിക്കില്ല. ഞാൻ ആ ടൈമിൽ ക്ലാസ് എടുത്തോളാം മിസ് എന്നൊക്കെ പറഞ്ഞു പോയാലും ക്ലാസ് എടുത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് വഴിയാണ്. ഡെമോ ക്ലാസ് എടുക്കാൻ പറഞ്ഞാലും എന്തെങ്കിലും പോയി ഡെമോ ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ തന്ന വർക്ക് നിങ്ങൾക്ക് ഒരിക്കലും വർക്കിലോടായിട്ട് കാണരുത്, ടഫായിട്ട് തോന്നണ്ട. എക്സ്പീരിയൻസിന് വേണ്ടിയാണ്, മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യാൻ നോക്കാം. ഓക്കെ, ക്ലിയർ? ക്ലിയർ മാം. ഉണ്ടോ? നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഒന്നുമില്ല. ഐഡിയ കിട്ടിയല്ലോ, ഞാൻ എന്താണ് പറഞ്ഞതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടി എടുപ്പോ? ഇല്ലേ, ഫുള്ള് ബ്ലാങ്ക് ആണോ? എന്തൊന്നും മിണ്ടാത്തെ? ബ്ലാങ്ക് ആയോ? ടെൻഷൻ ഉണ്ടോ? പറയൂ, ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. എന്താണോ ഇല്ലെന്നാണോ? ക്ലാസ് എടുക്കുമ്പോൾ ക്യാമറ ഓൺ ചെയ്യണേ. ക്യാമറ ഓൺ ചെയ്ത് സുന്ദര കുട്ടികളായിട്ട് വന്ന് ക്ലാസ് എടുക്കാം. ഓക്കെ, ടീച്ചർ എങ്ങനെയാണ്? ഇത്രയേ ഉള്ളൂ. ഞാൻ എന്റെ ക്യാമറ ഓഫ് ചെയ്യാം, ഞാൻ ഉണ്ടാവില്ല. പോരെ, എന്നെ കണ്ട് ടെൻഷൻ വരണ്ട. ക്യാമറ ഓഫ് ചെയ്ത് വിടുന്നോളാം. അപ്പൊ നിങ്ങള് ക്യാമറ ഓൺ ചെയ്ത് എങ്ങനെയാണ് ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കുക നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്ക് നിങ്ങളുടെ റോൾ മോഡൽ ഉണ്ടോ? ഏത് ടീച്ചറാണ് നിങ്ങൾക്ക് റോൾ മോഡൽ ആയിട്ടുള്ളത്? അല്ലെങ്കിൽ യുവർ ഫേവറേറ്റ് ടീച്ചർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ടീച്ചറെ ഓർമ്മ വരുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ, പറയൂ പറയൂ, യുവർ ഫേവറേറ്റ് ടീച്ചർ ആരാ നിങ്ങളുടെ? Who is your favorite teacher? Lucy teacher. Yeah, Lucy teacher. എന്തുകൊണ്ടാണ് ഫേവറേറ്റ് ആയത്? ഹൈസ്കൂളിൽ പഠിപ്പിച്ചത് ടീച്ചറാണ്. ടീച്ചർ ഞങ്ങളെ സയൻസ് ആണ് പഠിപ്പിച്ചത്. ടീച്ചർ പഠിപ്പിച്ചത് കൊണ്ട് എനിക്ക് മുന്നോട്ട് +1 ആയാലും +2 ആയാലും സയൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ സയൻസ് എടുത്ത് എനിക്ക് സയൻസിനായിരുന്നു കൂടുതൽ താല്പര്യവും ഇഷ്ടവും. ഇപ്പോഴും ആ ടീച്ചറെ മറക്കാൻ പറ്റത്തില്ല. നല്ല പഠിപ്പിക്കൽ, ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. എന്തുകൊണ്ടാണ് ടീച്ചർ പഠിപ്പിച്ചപ്പോ ഇഷ്ടമായത്? എന്തുകൊണ്ടാണ് ആ സബ്ജക്ട്? പറയൂ. ഇഷ്ടം ടീച്ചർ പഠിപ്പിക്കുന്ന രീതി ഭയങ്കര എന്താണ്, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടും ടീച്ചർ പഠിപ്പിക്കുന്നത്. അതെ, ആ വേ ഓഫ് ടീച്ചിങ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. അവരുടെ ഫേവറേറ്റ് ടീച്ചർ ചോദിക്കുമ്പോൾ അവര് പഠിപ്പിച്ച രീതിയായിരിക്കും ഇഷ്ടം. ശരിയല്ലേ? ആണോ? അല്ല എനിക്ക് മാത്രം തോന്നിയാണോ? അല്ല, ശരിയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എങ്ങനെ പഠിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലെ? എല്ലാവർക്കും അറിയാലോ. അപ്പൊ അത് ഞാൻ എങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത്രയും ആ രീതിയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയാണെങ്കിൽ ഫോളോ ചെയ്യാം. ഓക്കെ, അങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിക്കാം. അതിലും എന്തെങ്കിലും ഇംപ്രവൈസേഷൻ ഉണ്ടെങ്കിൽ അതും ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ബെറ്റർ ആകുന്നത്. ഓക്കെ, ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ഏതാ? പറയൂ. ടീച്ചേഴ്സ് ക്ലാസ്സിൽ വന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പോകുന്ന അങ്ങനെയുള്ള ടീച്ചേഴ്സിനെ നമുക്ക് അത്രയും ഇത് വരത്തില്ല. ഈ ലൂസി ടീച്ചർ ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് പോലും കൊണ്ടുവരത്തില്ല.
ബൈഹാർട്ട് പുള്ളിക്കാരിക്ക് അല്ലേ അറിയാം എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം. വരിക ഡയറക്റ്റ് ആയിട്ട് പോർഷൻസ് അങ്ങ് പറയും. എന്ന് വെച്ചാൽ ഭയങ്കര പ്രിപ്പയർഡ് ആണ് ആള്. അതാണ്. ചില ടീച്ചേഴ്സ് ക്ലാസ് ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് ആ ടെക്സ്റ്റ് റീഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നല്ലാതെ അങ്ങനെയുള്ള ടീച്ചേഴ്സിനെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് പഠിപ്പിക്കുന്ന മനസ്സിലാകത്തുമില്ല. ടെസ്റ്റ് ജസ്റ്റ് വായിച്ചു പോകുമ്പോഴേ ചിലരങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ടെസ്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകും. നമ്മൾ അത് വായിച്ചു കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്ന്. അങ്ങനെ ചോദിക്കുമ്പോ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ആരും ഡൗട്ട് ചോദിക്കത്തില്ല. അതും ശരിയാണ്. കാരണം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചില ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഒരു നോട്ട് പോലും കയ്യിലുണ്ടാവില്ല. ക്ലാസ്സിൽ നമ്മൾ ഡൗട്ട് ചോദിച്ചാൽ പറഞ്ഞു തരുന്നു. ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെ സാധിക്കുന്നു എന്ന് ആലോചിച്ചു. പക്ഷെ അതെനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് അറിയോ? ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ആദ്യം പോയിരുന്നത് നോട്ട്ബുക്ക് ആയിട്ടാണ്. ഇതേപോലെ തന്നെയാണ് ഞാൻ എന്റേതായ രീതിയിൽ നോട്ട്സ് എഴുതിയിട്ടാണ് ഞാൻ ക്ലാസ്സിൽ കയറാറുള്ളത്. അതിന് മുൻപ് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ടെൻഷനാണല്ലോ, എങ്ങനെയാണെന്ന് അറിയില്ല, ടെൻഷനാണ്. പ്രിപ്പയർ ചെയ്യുന്നു, നോട്ട്സ് നോക്കുന്നു. പയ്യെ എനിക്ക് നോട്ട്സ് വേണ്ട. ആദ്യമായി ഞാൻ നോട്ട്സ് നോക്കാണ്ടായി, അല്ലെങ്കിൽ കുറച്ച് ജസ്റ്റ് നോക്കിയിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നതായി. ഇപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ അതേപോലെ തന്നെയാണ്. ഒന്നുമില്ല, ഞാൻ വളരെ ബ്ലാങ്ക് ആയിട്ടല്ല. ഞാൻ തന്നെ ആലോചിച്ചു. ഞാൻ കുറച്ച് എനിക്ക് മനസ്സിലായ കാര്യമാണത്. എനിക്കിപ്പോ നോട്ട് വേണ്ടല്ലോ, നോക്കുന്നില്ലല്ലോ. അതെങ്ങനെ വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസ് ആണ്. അത്രയേ പറഞ്ഞ് നമുക്ക് അറിയാം. എവിടെ നിന്ന് ഡൗട്ട് ചോദിച്ചാൽ നമുക്കത് പറയാൻ പറ്റും എന്നൊരു വിശ്വാസം നമുക്ക് വന്നു. അത്രയേ ഉള്ളൂ. ആ ഒരു എന്താണ്, അങ്ങനെ എല്ലാവർക്കും പറ്റും. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും. എനിക്കെന്നല്ല, എന്റെ ടീച്ചറിനൊന്നല്ല, എല്ലാവർക്കും പറ്റും. ശ്രമിച്ചാൽ ട്രൈ ചെയ്യണം. ഓക്കെ, എന്തൊരു കാര്യം നമ്മൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്താകണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ടാലന്റ് മനസ്സിലാക്കാൻ പറ്റൂ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ. നമുക്ക് ഭയങ്കര ടാലന്റാണ് നമ്മള്. ഓക്കെ, ചുമ്മാ പറയുന്നല്ല, സീരിയസ്ലി ഭയങ്കര ടാലന്റാണ്. പലതരത്തിലുള്ള കഴിവുകളുണ്ട്. നമ്മളെ പോലെ തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് കഴിവുകളുണ്ട്. അത് നമ്മൾ പുറത്തെടുക്കാൻ എന്താണ്, ഓരോ ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ പോലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല. നമുക്കറിയില്ല ഇങ്ങനെ ഒരു കഴിവുണ്ടോ, അറിയില്ല. കാരണം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എക്സ്പീരിയൻസ് ഇല്ല എന്തൊരു കാര്യം. ടീച്ചിങ് ആണെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ വർക്ക് ആണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ ഇങ്ങനെയായിരുന്നു, എനിക്കിങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റുമായിരുന്നോ എന്നൊക്കെ ചിന്തിക്കും നിങ്ങൾ. ഓക്കെ, അപ്പൊ ട്രൈ ചെയ്യുക എല്ലാവരും. ഓക്കെ ആണോ? ഏറ്റവും ഇമ്പോർട്ടന്റ് ചില ടീച്ചർമാർ കേൾക്കണില്ല, റേഞ്ച് ഇല്ലമ്മേ. മിസ്സേ ഈ ക്ലാസ്സിൽ അഞ്ചി ഒട്ടും കേൾക്കുന്നില്ല, ബ്രേക്ക് ആവുന്നു. ശരി മിസ്സേ, പറയുന്നില്ല. ഓക്കെ ഓക്കെ, പറയേ. പറയുന്നില്ല, റേഞ്ച് ഇല്ല കേട്ടോ, കേൾക്കുന്നില്ലേ? ബ്രേക്ക് ആവുന്നുണ്ട് സൗണ്ട് കേട്ടാ. പറ്റുവാണെങ്കിൽ ടൈപ്പ് ചെയ്തായിരിക്കും, ഞാൻ വായിക്കാം. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, ഡൗട്ട്സ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും? ഞാൻ എന്തുകൊണ്ട് ഞാൻ ആ ചാപ്റ്റർ എടുക്കാൻ പറഞ്ഞു? വേറൊന്നല്ല മിസ്സേ പറയാൻ വന്നത്, കുട്ടികളെ എല്ലാരും ഒരുപോലത്തെ രീതിയിൽ കാണാൻ പറ്റില്ല. ചിലർ ഈ ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുകയും എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറയുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നവര് മാത്രമേ, ആ കുട്ടികളൊക്കെ മാത്രമേ അവര് എന്താണ് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയുള്ളൂ. കുറച്ച് കുട്ടികളെ മാത്രം ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലും മിസ് പറഞ്ഞായിരുന്നു. അപ്പൊ എല്ലാ കുട്ടികളും എന്താണ് ഒരുപോലെ കാണാൻ പറ്റണം, എല്ലാരെയും മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റണം. അതൊക്കെയാണ് ഒരു ടീച്ചറിന്റെ കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അങ്ങനത്തെ ടീച്ചർമാരെ എല്ലാരെയും ഒരുപോലെ കാണാൻ പറ്റണം. ചില ടീച്ചർമാരെ ആ കുട്ടി മാത്രമേ അത് പറയൂ ഇത് പറയൂ, ഇപ്പൊ ഓഫീസ് റൂമിൽ അത് പോയി എടുത്തോണ്ട് വരൂ ഇത് പോയി എടുത്തോണ്ട് വരൂ. നമ്മളെ മക്കൾക്ക് വരെ ഇപ്പോഴും അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഇത് ഒരിക്കലും എല്ലാരെയും ഒരുപോലെ കാണാൻ പറ്റും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ മിസ്സേ? അതില് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ആക്റ്റീവായ കുട്ടികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അവരെ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം.
പക്ഷെ ഒട്ടും ആക്റ്റീവ് അല്ലാത്തവരെ നമ്മൾ എന്താണ് നമ്മൾ പുഷ് ചെയ്യണം. അവരെ കൊണ്ട് അവരെ ആക്റ്റീവ് ആകാൻ നമ്മൾ ട്രൈ ചെയ്യുക. അത് ഭയങ്കര മാറ്റങ്ങളായിരിക്കും. ആ കുട്ടിക്ക് നമ്മളെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എന്താണ് നമ്മൾ കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര റിലാക്സേഷൻ ഫീൽ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ എല്ലാവരും ഒരേപോലെ കാണാൻ ചെയ്യാം. അതേപോലെ തന്നെ ആക്റ്റീവ് അല്ലാത്തവരെയും നമ്മൾ പുഷ് ചെയ്ത് ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കണം. അവരോട് നമ്മൾ വർക്ക് കൊടുക്കുക. അവർ പയ്യെ ആ ഒരു ഇതിലേക്ക് വരും. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചാൽ എല്ലാം. ഓക്കെ, ഇനി എന്ത് പറഞ്ഞാലും അപ്പോ എന്തുകൊണ്ടാണ് ഞാൻ ഈ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ എടുക്കാൻ പറഞ്ഞതിപ്പോ മനസ്സിലായോ? എനിക്ക് എടുക്കാൻ മടി കൊണ്ടല്ല കേട്ടോ, അതാണ് ഞാൻ പറയട്ടെ. എനിക്ക് എടുക്കാൻ മടി കൊണ്ടല്ല. ഓക്കെ, നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്? ടീച്ചറാണ് അല്ലെ? അത്രയേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ 2 ചാപ്റ്റർ തന്നത്? മനസ്സിലായോ അത്? ഇല്ല, എക്സ്പീരിയൻസിന് വേണ്ടിയാണ് മിസ്സേ. മനസ്സിലായി. എന്താണ് ബാക്കി ആരും മിണ്ടാതെ? പിന്നെ കോൺഫിഡന്റ് അതെ, കോൺഫിഡൻസ് കോൺഫിഡന്റ് പറഞ്ഞ അഞ്ച് പറഞ്ഞത് എക്സ്പീരിയൻസും വേണം, അതുപോലെ കോൺഫിഡൻസ് വേണം. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ബാക്കി ആരൊക്കെ എന്തൊക്കെ മിണ്ടാക്കുക? നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സിലുണ്ടോ? ഉറക്കം നോക്കിയിരിക്കുകയാണ് എല്ലാവരും. ഇത് കഴിഞ്ഞിട്ട് ഉറക്കക്ഷീണുണ്ട്. മറ്റേത് കുറച്ചുകൂടെ കണക്കുള്ളതാണ്. ഇന്നെന്താ ആർക്കും ഒരു ആക്റ്റീവ് അല്ല. ഞാനും ലിൻഷിയൊക്കെ മാത്രമേ ഉള്ളൂ. ബാക്കി ആരും ഒന്നും പറയുന്നതുമില്ല. ഞാൻ പറഞ്ഞില്ല, വന്നപ്പോ തന്നെ ഞാൻ നിങ്ങളോട് ചോദിച്ചു. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഒന്ന് ഓൺ ചെയ്ത് വെച്ചാൽ തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടാകാം. ക്ലാസ്സിൽ കയറുമ്പോൾ നിങ്ങൾ സംസാരമായിരിക്കും ഫുള്ള്. എന്ന് വന്നപ്പോ നിങ്ങൾ സംസാരിക്കുന്നേ ഇല്ല. ഒരു ഒച്ചപ്പാട് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ തന്നെ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ആരൊന്നും മിണ്ടുന്നില്ലല്ലോ, എന്താണ്? പറയൂ, എന്തെങ്കിലും ഉണ്ടോ? മാം, പഠിപ്പിക്കാൻ കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ നമ്മള് പഠിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ച് നല്ല നോളജ് ഉണ്ടാവായിരിക്കും. നമുക്ക് പഠിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ച് നോളജ് ഇല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് വരത്തില്ല. നമുക്ക് വായ പോലും തുറക്കാൻ പറ്റത്തില്ല. അതാണ് ഒരു ബുദ്ധിമുട്ട്. അപ്പോ നമ്മൾ ആദ്യം നന്നായിട്ട് പഠിക്കാം, എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാം അങ്ങനെയാണ്. എന്തെങ്കിലും പഠിപ്പിക്കാൻ പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. കുട്ടികളെ പഠിപ്പിക്കണമല്ലോ, അങ്ങനെ നമ്മൾ റെഫർ ചെയ്യാം, എന്നിട്ട് പഠിക്കാം. ക്ലാസ്സിലാകുന്ന കുട്ടികൾ വരികയുള്ളതുകൊണ്ട് ബഹളോ അങ്ങനെ ഒരു കാര്യമുണ്ടോ? ഓക്കെ ഓക്കെ, പണ്ട് കളിയിൽ പിന്നെ അത് കുഴപ്പമില്ല, വെക്കേഷൻ കഴിഞ്ഞല്ലോ, സമാധാനം അല്ലേ? ഓക്കെ, അപ്പോ അത്രയൊക്കെയാണ് കേട്ടോ പറയാനുള്ളത്. ക്ലാസ്സിലുള്ളത് പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് മുതൽ ഞാൻ എന്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അവിടെ എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ. എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കുക. ക്ലാസ് നിങ്ങളിങ്ങനെ മുളപ്പെട്ടിരിക്കും ഭയങ്കര ബോറിംഗ് ആണ്. ബോറിംഗ് അല്ല, നിങ്ങള് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ബാച്ച് ചെയ്യാറില്ല, ഇപ്പൊ ഭയങ്കരമായിട്ട് മാറി. സോ അതൊക്കെ ഒന്നും വേണ്ട കേട്ടോ, പഴയതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോ അത് വൈൻഡ് ചെയ്യാം കേട്ടോ. സൈൻ ഔട്ട് പറയും. മിസ്സേ, ഞാൻ ഇനി സൈൻ ഔട്ട് ആയിട്ട് വായിക്കട്ടെ? പറയൂ. കേക്കാമോ മിസ്സേ? വേറെ ആരെങ്കിലും പറഞ്ഞോളൂ. നെറ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞോളൂ. പറയൂ, ആരാണെന്ന് പറയൂ. പിന്നെ 2002 സൈൻ ഔട്ട് ഞാൻ പറയാവേ. ഞാൻ ലിൻഷി ഫ്രം തിരുവനന്തപുരം. 2026 ഫസ്റ്റ് ക്ലാസ്സിൽ ഇന്ന് നമ്മുടെ മാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒരു ക്ലാസ് എടുക്കാനായിട്ടുള്ള ഒരു മുന്നോടിയായിട്ട് അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്ന മിസ്സിനും പിന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. പിന്നെ മാം, ഇന്നലെ എന്റെ വെഡിങ് ആനിവേഴ്സറി കൂടി ആയിരുന്നു. അപ്പൊ മാഡത്തിന്റെ ഞാൻ ഇന്നലെ ഓർത്തായിരുന്നു ബർത്ത്ഡേ ആണെന്ന് ഞാൻ ഇന്നലെ ഓർത്തായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ മാഡത്തിന് ഒന്നും കൂടി മാഡത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ മാം. Okay, Rinshi, happy anniversary, Rinshi. So, thank you all your wishes.
And happy New Year to all. Okay, so bye. See you on next class. Okay, bye. Thank you, ma'am. Thank you, ma'am.